നിലവിളിക്കാം, എഴുന്നേറ്റു നിലവിളിക്കാം, 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 എഴുന്നേറ്റു നിലവിളിക്കാം. രാക്കാലങ്ങളിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റു നിലവിളിക്കാം, രാക്കാലങ്ങളിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റു നിലവിളിക്കാം. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. അമ്മമാർക്കും ഭാര്യമാർക്കും മക്കൾക്കും മുന്നിൽ മതം ചോദിച്ച് ഭീകരർ കാശ്മീരിലെ പഹൽഗാമിൽ ഏപ്രിൽ 22-ന് 26 ടൂറിസ്റ്റുകളെ നിഷ്കരുണം വധിച്ചത് സമാനതകളില്ലാത്ത കൊടും ക്രൂരതയായിരുന്നു. ഭർത്താവിൻ്റെ മൃതദേഹത്തിന് സമീപം നിസ്സഹായിയായിരിക്കുന്ന യുവതിയുടെ ചിത്രം ഈ ഭീകരതയുടെ ദാരുണ ദൃശ്യമായി ഇന്ത്യയുടെ ഹൃദയത്തിൽ മായാത്ത വിധം പതിഞ്ഞിരിക്കുന്നു. ഭീകരർക്കും ആസൂത്രകർക്കും കർശന ശിക്ഷ നൽകണമെന്ന പൊതുവികാരത്തെ തുടർന്ന് ഇന്ത്യ തിരിച്ചടിക്കുകയും ഭീകര കേന്ദ്രങ്ങൾ തകർക്കുകയും ചെയ്തു. തുടർന്ന് ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളും വ്യോമത്താവളങ്ങളും ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ ഒട്ടേറെ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളും നടത്തുകയുണ്ടായി. എങ്കിലും ഇന്ത്യ ഇവയെല്ലാം തകർത്തു. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുണ്ടായ സംഘർഷം ജനമനസ്സുകളുടെ സമാധാനം ഇല്ലാതാക്കി. പലരും മുറിവേൽക്കുകയും ചിലർ മരണപ്പെടുകയും ചെയ്തു. ക്രിസ്ത്യാനിയായാലും ഹിന്ദുവായാലും മുസ്ലിമായാലും അവരെല്ലാവരും ഈ ഭൂമിയിൽ ജന്മമെടുത്തവരാ. ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിൻ്റെയും ഇസ്ലാമിൻ്റെയും എല്ലാ രക്തം ഒന്നു തന്നെയാണ്. നാം എല്ലാവരും സഹോദരങ്ങളാണ്. ഭീകരപ്രവർത്തനങ്ങൾ തീർച്ചയായും അടിച്ചമർത്തപ്പെടേണ്ടതാണ്. അതിനുള്ള ഇന്ത്യൻ ശ്രമം അഭിനന്ദനീയവുമാണ്. എന്നാൽ യുദ്ധം കൊണ്ടോ രക്തമൊഴുക്കിയത് കൊണ്ടോ മാത്രം സമാധാനം ഉണ്ടാവില്ല. അതിന് നമ്മുടെ നിലവിളി കൂടി ആവശ്യമാണ്. നിലവിളി പ്രാർത്ഥനയാണ്. യിരെമ്യാ പ്രവാചകൻ പറയുന്നത്, രാത്രിയിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക, നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. ഭീതിയുടെ തലയ്ക്കലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് കൈമലർത്തുക. വിലാപം 2:19. നിലവിളിക്കുന്നതിൽ കൂടി നമുക്ക് ലഭിക്കാവുന്ന രക്ഷയെക്കുറിച്ച് ഓർപ്പിച്ചുകൊണ്ട് വീണ്ടും പ്രവാചകൻ പറയുന്നത്, തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവനും യഹോവ നല്ലവൻ. വിലാപങ്ങൾ 3:25. പ്രവാചകൻ 2 സംഗതികളാണ് നമ്മെ ഓർപ്പിക്കുന്നത്. ഒന്ന്, രാത്രിയിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കണം. രാത്രിയുടെ യാമാരംഭം എന്നത് അർദ്ധരാത്രിയാണ്. അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് നിലവിളിക്കണം. അർദ്ധരാത്രി നിശബ്ദമാണ്. സകല ചരാചരങ്ങളും നിശബ്ദമാകുന്ന സമയം. സകല ചരാചരങ്ങളും നിശബ്ദമാകുമ്പോൾ ദൈവജനം ഉണർന്നെഴുന്നേറ്റ് നിലവിളിക്കണം. ഇന്ന് ഉച്ചത്തിൽ പാടിയും കൈകൊട്ടിയും അർത്ഥമില്ലാത്ത വാക്കുകൾ ഉച്ചരിച്ചും തുള്ളിച്ചാടിയുമൊക്കെ ആരാധിച്ചാൽ മാത്രമേ ആരാധനയാവൂ, ദൈവം പ്രസാദിക്കൂ എന്ന പലരും ചിന്തിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ആരാധന രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 26 മുതൽ വാക്യങ്ങളിൽ കാണുന്നുണ്ട്. ബാൽപ്രവാചകന്മാർ തങ്ങളെ തന്നെ മുറിപ്പെടുത്തി തുള്ളിച്ചാടി ബാലിനോട് നിലവിളിക്കുമ്പോൾ ഏലിയാവ് പറയുന്നത്, ഉറക്ക നിലവിളിക്കുക. ചിലപ്പോൾ അവൻ ധ്യാനിക്കുകയായിരിക്കും, ചിലപ്പോൾ ഉറക്കമായിരിക്കും. 1 രാജാക്കന്മാർ 18:27. ഉറക്ക നിലവിളിച്ച് ദൈവത്തെ ഉണർത്തുവാൻ ശ്രമിക്കുന്ന വിശ്വാസിയ നാമും അല്ലേ? പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും ആന്തരിക നിശബ്ദത ഉണ്ടാവണം. ആന്തരിക നിശബ്ദത ബാഹ്യമായ എല്ലാ ചിന്തകളിൽ നിന്നും മോചിപ്പിക്കുന്നതാണ്. പ്രവാചകൻ പറയുന്നത്, ദൈവസാന്നിധ്യം അനുഭവമാക്കി നിലവിളിക്കണം എന്ന. കർത്താവ് പറയുന്നു, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്ന്. നമ്മുടെ ദൈവം നിലവിളി നിരസിക്കുന്നവനല്ല. സങ്കീർത്തനം 40:1 പറയുന്നത്, ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. എന്തിനു വേണ്ടിയാണ് നിലവിളിക്കേണ്ടത്? ലൂക്കോസ് 23:28, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി നിലവിളിക്കണം. വിലാപങ്ങൾ 2:19 പറയുന്നത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് കൈമലർത്തുക.
കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി, മദ്യത്തിലും മയക്കുമരുന്നിലും ജീവിതം ഹോമിക്കുന്ന നമ്മളുടെ മക്കൾക്ക് വേണ്ടി, ദേശത്തിൻ്റെ അകൃത്യത്തിനു വേണ്ടി അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് നിലവിളിക്കണം. 2, ഹൃദയത്തെ വെള്ളം പോലെ ദൈവസന്നിധിയിൽ പകരണം. ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകരുക എന്നത് പ്രാർത്ഥനയാണ്. ശബ്ദം വെളിയിൽ വരാതെ ചുണ്ടുകൾ മാത്രം അനങ്ങിയുള്ള ഒരു പ്രാർത്ഥനയാണ് ഹന്നയുടെ പ്രാർത്ഥന. ചുണ്ടുകൾ മാത്രം അനങ്ങുന്നത് കണ്ട ഏലി പുരോഹിതൻ പറഞ്ഞത്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും, നിന്റെ വീഞ്ഞ് ഇറങ്ങിയതിന് ശേഷം പ്രാർത്ഥിക്കുക. ഹന്ന ഇതിന് നൽകിയ മറുപടി, ഞാൻ മനോവ്യസനമുള്ള സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല, യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. 1 ശമൂവേൽ 1:14-15 വാക്യങ്ങൾ. ഹൃദയത്തെ ദൈവസന്നിധിയിൽ അർപ്പിച്ച് പ്രാർത്ഥിച്ച ഹന്നയ്ക്ക് മറുപടി ലഭിച്ചു. ഹൃദയം ആയിരുന്നുവെങ്കിൽ മാത്രമേ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകരുവാൻ കഴിയൂ. ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയങ്ങളിലാണ് ദൈവകൃപ ലഭിക്കുന്നത്. സങ്കീർത്തനക്കാരൻ്റെ പ്രാർത്ഥന, ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പകരണമേ. 51-ാം സങ്കീർത്തനം 10-ാം വാക്യം. കർത്താവ് നമ്മോട് പറയുന്നത്, അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക എന്ന മത്തായി 6:6. വചനമനുസരിച്ച് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയ്ക്ക് ആ ഉത്തരം ലഭിക്കുന്നത് യഹോവയെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. സങ്കീർത്തനം 34:8. കർത്താവെ, ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകർന്ന് നിലവിളിപ്പാനുള്ള കൃപ എനിക്ക് തരണമേ. ആമേൻ. എഴുന്നേറ്റു എഴുന്നേറ്റു രാക്കാലങ്ങളിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റു രാക്കാലങ്ങളിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റു